പതിവായി വരാറുള്ളതാണ്. ചോര കാണുമ്പോഴൊക്കെ എനിക്കിങ്ങനെ വരാറുണ്ട്. നിങ്ങൾ ഈ നാട്ടിലെങ്ങനെ എത്തി? ഒരു ജോലി അന്വേഷിച്ചു വന്നത്. എന്ത് ജോലി? എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. പാവമാണെന്ന് തോന്നുന്നു. മുതലാളിയുടെ റാട്ടുപോരയിലെങ്ങാനും. ശരി, തൽക്കാലം റാട്ടുപുരയിൽ നിന്നു ഞാൻ അയച്ചതാണെന്ന് മേസ്റ്റിനോട് പറഞ്ഞാൽ മതി. വളരെ നന്ദി. ഗോപാലിലേക്ക് വന്നേ. എന്താ ആള് കുഴപ്പക്കാരനാണോടാ? കണ്ടിട്ട് വെള്ളം ചേർക്കാത്ത ആളാണെന്നാ തോന്നുന്നേ. അതുപോട്ടെ, നിന്റെ പാല് മുഴുവൻ വെള്ളമാണെന്നാണല്ലോ അടുക്കളക്കാരൻ പറയുന്നത്. നേരുദോഷം പറയരുതല്ലോ. ഇവിടെ പാല് എന്നതിന് ശേഷം മാത്രമേ ഞാൻ വെള്ളം ചേർക്കാറുള്ളൂ. അടുക്കളക്കാരൻ തമാശ പറഞ്ഞതാ. അവൻ തമാശല്ലേ പറഞ്ഞത്, സത്യമാ. ആ, എന്നാ എന്റെ പശുവിന്റെ കുഴപ്പമാ. അവള് ഫുൾ തണ്ണിയാ, ധാരാളം വെള്ളം കുടി. പിന്നെ നിങ്ങളുടെ ശക്തി മുഴുവൻ ആ റാട്ടിനോട് കാണിക്കണ്ട, സാവധാനം കറക്കാൻ മതി. പുതിയ ആളല്ലേ, സുമുനി ഒന്ന് ശ്രദ്ധിച്ചോണേ. അയ്യോ എനിക്ക് വേണ്ട. അയ്യോ എനിക്ക് പാല് വേണ്ട. നിങ്ങൾക്കല്ല, നിങ്ങൾ പാല് കുടിച്ചാലെന്താ കുടിച്ചില്ലെങ്കിലെന്താ? സാവിത്രി, നമുക്കിടയിൽ എന്തിനായി ഗോപാലൻ എന്ന കട്ടുറുമ്പ്? എന്ത് ചെയ്യാനാ? പെട്ടുപോയില്ലേ? അങ്ങ് തട്ടിക്കളഞ്ഞാലോ? അയ്യോ, മഹാപാപം പറയരുത്. എന്തെന്നെ ആയാലും അങ്ങേരെന്റെ കെട്ടിയോനല്ലേ. ഓഹോ, അപ്പോ കാലോ നേരം നോക്കി വേണം ഞാൻ ഇങ്ങോട്ട് വരാൻ അല്ലേ? നമുക്കിങ്ങനെ അങ്ങ് കഴിയാം. മറ്റേത് ആപത്താ. അങ്ങേര് ഇവിടെ എങ്ങാനും മൂലയിൽ കഴിഞ്ഞോളൂ. എന്താ പുട്ടു തിന്നുന്നേ? ചോറുണ്ടുന്നില്ലേ? രാത്രി ചോറ് തരുന്ന കിടക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിടക്കുന്ന ഇവിടെ തന്നെയാണോ? അല്ല, ഞാൻ റാട്ടുവരെ കിടന്നോളാം. എടോ നീ വാടോ. ഇയാള് പുട്ടുണ്ടാക്കുന്ന ഓടക്കൊഴിലാണോ അതോ പുട്ടുകൊഴിലിൽ തന്നെയാണോ? എന്താ കാര്യം? അല്ല, ഇതിന്റെ വണ്ണം കണ്ടോണ്ട് ചോദിച്ചതാ. അല്ല, കൂട്ടുകൊള്ളിൽ തന്നെ. ആഹാ, ഇയാള് പോ. ഞാൻ പറയാം. എന്റെ ആശാനെ, ഇതുകൊണ്ടാ ഞാൻ പാല് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്, മനസ്സിലായോ? നില്ലിയാ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അകത്ത ആളുണ്ട്. രംഗ സ്വൽപ്പ അശ്ലീലാത്മകമാ. അഡൽസ് വാളി, നമുക്കൊരു ചായ കുടിക്കാം. നീ അവിടെ ചെന്നിരിക്കും. ആരെങ്കിലും വരുമ്പോ കുരയ്ക്കാനില്ലേ നിന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നു. കുരയ്ക്കടാ, ഉറക്ക കുരയ്ക്ക്. ടീച്ചർ വന്നു, കോമഡി ടീച്ചർ.
എന്തെങ്കിലും പറ്റി മോളെ? എന്നാ പുസ്തകം? സാരില്ല, മോള് പറ്റും. അയ്യോ, ഇത് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാ, ആണുങ്ങൾ കുളിക്കുന്ന അപ്പുറത്താ. ഇവിടെ ആണുങ്ങൾ കുളിച്ചാൽ എന്താ? കുളിച്ചാലൊന്നുമില്ല, പെണ്ണുങ്ങളെല്ലാം ചേർന്ന് പോവും. ഓഹോ, അത്രയേ ഉള്ളൂ. ആ, എന്നാലും ഒന്ന് കാണട്ടെ. അയ്യോ വേണ്ട, വെറുതെ എന്തിനാ ആഭാസം എന്ന് പേരെടുക്കുന്നേ? മനുഷ്യനായ ഏതെങ്കിലും പേരെടുക്കണ്ടേ? ഏതായാലും ഈ ആഭാസ് എന്ന പേര് എനിക്ക് വേണ്ട, ഞാൻ മാറിയേക്കാം. എവിടെയാ വീട്? അത് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഇവിടെ പരിചയക്കാരെങ്കിലും? ഇതുവരെ ഇല്ലായിരുന്നു. ഇതെന്താ, ഇടിക്കട്ടെയോ? ഇടിക്കട്ടെയല്ല, ഇതെന്റെ ജീവനാണ്. മനസ്സിലായില്ലായിരിക്കും അല്ലേ? രക്തം കണ്ടാൽ എനിക്ക് അപസ്മാരം ഉണ്ടാവും. ആ സന്ദർഭത്തിൽ ഇവനാണ് എന്നെ രക്ഷിക്കുന്നത്. തന്റെ വീട്ടിൽ എരുമയുണ്ടോടോ? ആ, ഒരു വെളുത്ത സംസാരിക്കുന്ന എരുമയുണ്ട്. എന്തിനാ? നാളെ തൊട്ട് കുറച്ച് എരുമപ്പാല് വേണം. ആ, എരുമ എന്തിനാ എരുമപ്പാല് കുടിക്കുന്നത്? സമാസമം. താൻ നാളെ ഇങ്ങോട്ട് വാ കേട്ടോ, വെച്ചിട്ടുണ്ട്. ഓ, പാൽ പാൽ മോനെ, പാല് വന്നു. താൻ ഇന്നലെ തന്ന പാലിൽ ഒരു തവളക്കുഞ്ഞുണ്ടായിരുന്നു. ഓഹോ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? താനല്ലേ പാല് തന്നത്? എടാ, മുനിസിപ്പാലിറ്റിക്കാർ തരുന്ന വെള്ളത്തിൽ തവളക്കുഞ്ഞല്ല, പിന്നെ ആനക്കുഞ്ഞ് കിടക്കും. തോട്ടിലെ വെള്ളം ഒഴിച്ചാൽ പറയും മീൻ കുഞ്ഞ് കിടക്കണം, പൈപ്പിലെ വെള്ളം ഒഴിച്ചാൽ പറയും തവളക്കുഞ്ഞ് കിടക്കണം. ഇനി ഞാൻ എന്തോ വെള്ളം ഒഴിക്കാനാ? മഴ വെള്ളം ഒഴിക്കാം. മാധവൻ ചേട്ടൻ വിളിക്കുന്നു. മാധവൻ ചേട്ടൻ? ആരാ? കൊള്ളാം. താൻ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? മാധവൻ ചേട്ടൻ അറിയാത്തവർ ഈ ഭൂമി മലയാളത്തിലില്ല. അദ്ദേഹം ആള് മഹാപെശക. മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. വന്ന് കാല് പിടിക്ക്. കരഞ്ഞു പറഞ്ഞ ഒരു പക്ഷെ ക്ഷമിക്കുന്നു വരും. ആളിച്ച പ്രസാദ പാപ്പിട്ട് ജോലി ചെയ്യും. ജോലി ചെയ്തില്ലേ മേസ്തിരി വഴക്ക് പറയും. എടോ, താൻ പോയി പറ, ഇപ്പൊ വരുന്നില്ലെന്ന്. മുതലാളി ഇല്ലാത്തപ്പോ അധികാരം മുഴുവൻ സുമതിക്കായിരിക്കും. എന്നോട് പോരെന്ന് പറഞ്ഞ എന്തിനാ? അവര് വിളിച്ചത് വഴക്കിടാനാ. തനി ചട്ടമ്പികളാവന്മാര്. വാസു ഇവിടെ പുതിയ ആളല്ലേ, ആരും അറിയത്തുമില്ല.